പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ അധ്യക്ഷത വഹിക്കുന്ന സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ, അധ്യക്ഷവേദിയിലുള്ള സമാരാധ്യരായ വിശിഷ്ട വ്യക്തികളെ, വിവിധ പ്രദേശങ്ങളിൽ നിന്നായി കൃത്യസമയത്ത് തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കേരള ബാങ്കിൻ്റെ ഏറ്റവും ജീവസുറ്റ പ്രവർത്തന മേഖലയിൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരരായ സഹപ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ട കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് ചുമതലയേറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 4 പൂർണ്ണ വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 5ാമത് വർഷക്കാലത്തേക്ക് കടക്കുകയാണ്. പിന്നിട്ട 4 വർഷക്കാലത്തിൻ്റെ ഇടയിൽ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയായ കേരള ബാങ്കിൻ്റെ പ്രവർത്തനത്തിൽ മോശമല്ലാത്ത, പരാതിക്കിട നൽകാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞ 4 വർഷങ്ങളാണ് ഈ കടന്നു പോയിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡിൻ്റെ 5ാമത് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിക്കുന്ന മഹനീയ നിമിഷമാണ് ഈ സന്ദർഭം. ഈ വരാൻ പോണ 1 വർഷക്കാലത്തിൻ്റെ ഇടയിൽ 60 ഇനങ്ങളിലായി വിവിധ കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് പിന്നിട്ട 4 വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങളിൽ നല്ല പരിശോധന നടത്തി സംഭവിച്ച പോരായ്മകൾ തിരുത്താനും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ നാളുകളായി ഈ വരാൻ പോകുന്ന 1 വർഷം മാറ്റി തീർക്കുകയാണ്. വലിയ തോതിൽ കേരള ബാങ്കിന് ആത്മവിശ്വാസം നൽകുന്ന വളരെയധികം പ്രവർത്തനങ്ങൾ, അനുകൂലമായ തീരുമാനങ്ങൾ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായൊരു സന്ദർഭമാണിത്. വളരെ നാളുകളായി റിസർവ് ബാങ്ക് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കേരള ബാങ്ക് തന്നെ പലിശ നിർണ്ണയം നടത്തണമെന്നുള്ള തീരുമാനത്തിന് നമ്മുടെ സർക്കാർ, പ്രത്യേകിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി ആ വിഷയത്തിൻ്റെ ഗൗരവം ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടനെ തന്നെ കേരള ബാങ്കിന് അത് സംബന്ധിച്ചുള്ള തുടർ നടപടി സ്വീകരിക്കാവുന്നതാണ് എന്നുള്ള നില വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവ് നൽകുകയുണ്ടായി. ഇത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട അനേക കാര്യങ്ങൾ ഇപ്പോൾ 2007 കേരള ബാങ്ക് രൂപം കൊള്ളും മുമ്പുള്ള വലിയ ബാധ്യതകളിലൊന്നാണ് KTDFCക്ക് കൊടുത്തിരുന്ന വായ്പ. പാലക്കാട് നിന്ന് 200 കോടിയും എറണാകുളത്ത് നിന്ന് 150 കോടിയും അതത് പ്രദേശത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ആ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു വായ്പ കൊടുത്തതാണ്. നിർഭാഗ്യവശാൽ ആ വായ്പ വാങ്ങിയ പ്രസ്ഥാനത്തിന് കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ഇതൊരു വലിയ ബാധ്യതയായി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പ്രധാന കാര്യത്തിനും അതുപോലെ തന്നെ നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ കേരള സർക്കാർ എടുക്കേണ്ടുന്ന നടപടി കേരള ബാങ്കിന് അനുകൂലമായി എടുത്തതോടുകൂടി വളരെ അനായാസമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, ഈ 4 വർഷക്കാലം പിന്നിടുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിൽ ബാങ്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 209 കോടി രൂപ ബാങ്ക് അറ്റലാഭം കൈവരിച്ച 1 വർഷം കൂടിയാണിത്. ഈ ഒറ്റ കാര്യം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഇതേ ഹാളിൽ പോയ 1 വർഷക്കാലം മുമ്പ് ബഹുമാന്യനായ മുഖ്യമന്ത്രി സംസ്ഥാന സഹകരണ വാരാഘോഷ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോരായ്മ പൂർണ്ണമായി പരിഹരിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അതായത് പ്രൈമറി സഹകരണ സംഘങ്ങൾക്ക് പഴയ ജില്ലാ സഹകരണ ബാങ്കുകളുടെ കാലത്തുണ്ടായിരുന്ന ഒരു പരിചരണം, എത്ര ചെറിയ വിഷമതകൾ അവർക്കുണ്ടായാലും അടിയന്തരമായി അത് ഇടപെട്ട് പരിഹാരമുണ്ടാക്കുന്ന സത്വരമായ ഒരു നടപടി
അതേറെക്കുറെ നിലച്ചുപോയി എന്നുള്ളൊരു പരാതി പരിഭവം സഹകരണ മേഖലയിൽ നിലനിൽക്കുന്നു. അത് പരിഹരിക്കാനുള്ള സത്വരമായ നടപടി കേരള ബാങ്ക് സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം ആ പ്രത്യേക നിമിഷത്തിൽ ചൂണ്ടിക്കാണിച്ചത്. പിറ്റേ ആഴ്ച തന്നെ ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് വളരെ ശക്തമായി തന്നെ കൈക്കൊണ്ടു. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രൈമറി സംഘങ്ങൾ താലൂക്ക് ലെവലിൽ തന്നെ പുനഃസംഘടിപ്പിച്ചു. ഭാരവാഹികൾ അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലധികാരികൾ എല്ലാവരെയും കൂടി ഉൾച്ചേർത്തുകൊണ്ട് താലൂക്ക് ലെവലിലുള്ള സഹകരണ സംഘങ്ങളിൽ അതാത് സന്ദർഭത്തിൽ വരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കാലതാമസം വിന പരിഹരിച്ച് പോകാനുള്ള നടപടിയാണ് ഈ പുതിയ സംവിധാനം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. കേരളത്തിലാകെ ഫലപ്രദമായി ഇത് പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും വലിയ തോതിൽ ഇക്കാര്യത്തിലൊരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സന്ദർഭം കൂടിയാണിത്. അപ്പോൾ പോയ 4 വർഷക്കാലത്തിൽ ഇതുപോലെ തന്നെ IT ഇൻ്റഗ്രേഷൻ ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രി ഇന്ന് തന്നെ ഈ ജില്ലയിലും സമീപ പ്രദേശത്തും പല പരിപാടികളുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നതിനാൽ ഇതുപോലുള്ളൊരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വിലപ്പെട്ട സമയം ഞാൻ അപഹരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. IT ഇൻ്റഗ്രേഷൻ അസാധ്യമായൊരു കാര്യമായിട്ടാണ് ആദ്യമായി നിർവചിക്കപ്പെട്ടത്. അത് രാജ്യാന്തര പ്രശസ്തമായ വിപ്രോ, അതുപോലെ ഇൻഫ്രാസോഫ്റ്റ് തുടങ്ങിയ മഹൽ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടു കൂടി 300-400 കോടിയോളം വരുന്ന ബൃഹത്തായ പദ്ധതി പൂർത്തിയാക്കിയ ഒരു സന്ദർഭം കൂടിയാണിത്. അങ്ങനെ വലിയ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുമ്പോഴും പരിപൂർണമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന കുറേ കാര്യങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് വരുന്ന 1 വർഷക്കാലം കൊണ്ട് ഇത് പരിഹരിച്ചെടുക്കാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതിക്ക് രൂപം കൊടുക്കാനും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ ഈ പരിപാടികളുടെ 5ാം വർഷക്കാലത്തേക്ക് കടക്കുന്ന നമ്മൾ ചെയ്ത് പൂർത്തിയാക്കാൻ പോകുന്ന കർമ്മ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി ഇന്ന് കുറച്ച് സമയം നമ്മളോടൊപ്പം പങ്കുചേരുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ മലയാളി സമൂഹത്തിൻ്റെ ആരാധ്യനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സഹർഷം നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹകരണ, ദേവസ്വം, തുറമുഖ വകുപ്പ് മന്ത്രി, നിരന്തരമായി കേരള ബാങ്കിൻ്റെ ചടങ്ങിനോടൊപ്പം നമ്മുടെ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യം തുടർച്ചയായിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യയായ നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടറി ശ്രീമതി വീണ എൻ മാധവൻ, ഡോക്ടർ വീണ എൻ മാധവൻ IAS, അതുപോലെ രജിസ്ട്രാർ, ഈ 2 പേരും കൂടി പുതുതായി ചുമതലയെടുത്തോടുകൂടി കുറേ കാലമായി പരിഹരിക്കാതെ കിടക്കുന്ന അനേക കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടായ ഒരു സന്ദർഭം വലിയ പ്രത്യാശയ്ക്ക് ഇട നൽകുകയാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി മാഡത്തെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നബാർഡിൻ്റെ CGM ശ്രീ ബൈജു എൻ കുറുപ്പ് ഇന്ന് ഈ സമ്മാനദാന പരിപാടിക്ക് വേണ്ടി അദ്ദേഹം കൂടി പങ്കുചേരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ വളരെ മുൻകൂട്ടി തന്നെ അദ്ദേഹം സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ ശ്രീ V രവീന്ദ്രൻ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബാങ്കിൻ്റെ CEO ശ്രീ ജോർജ് M ചാക്കോ, അദ്ദേഹം 2-3 ദിവസക്കാലമായി ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമതി KK രത്നകുമാരി മാഡം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങേയറ്റത്തെ ആദരവോടുകൂടി മാഡത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഡെപ്യൂട്ടി മേയർ കണ്ണൂർ നഗരസഭയുടെ ശ്രീമതി P ഇന്ദിര എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അവരുടെ എത്തിച്ചേരുന്നതാണ്.
ഈ പരിപാടിക്ക് ഇതുപോലെ തന്നെ നമ്മൾ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ പ്രൈമറി സെക്ടറിലാണെങ്കിൽ 52 സമ്മാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അർബൻ ബാങ്കുകൾക്കുണ്ട്. കാർഷിക മേഖലയിൽ 6 മേഖലകളിലായിട്ടുണ്ട്. ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള ഈ സമ്മാനം ഇന്ന് നേടാൻ പ്രാപ്തി നേടിയ ജേതാക്കളായ മുഴുവൻ പേരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ഈ പരിപാടികളുടെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി നമ്മളോടൊപ്പം സഹകരിച്ച് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ, മറ്റ് ജീവനക്കാർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങൾ അവരിവിടെ തന്നെയുണ്ട്. ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ കൂടാതെ തന്നെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് അംഗങ്ങളുമുണ്ട്. അതുപോലെ CGMs ഉണ്ട്. മുംബൈ പരിപാടികൾക്ക് ആകെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന 2 വിശിഷ്ടാതിഥികൾ സഹദേവൻ, മുജീബ് അവരുൾപ്പെടെ മുഴുവൻ പേരെയും ഈ മഹനീയ മുഹൂർത്തത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.